നമസ്കാരം. ഈ വർഷത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കിടിലൻ ഫോമിലാണ് കേരളം. ആദ്യ 4 കളികളിൽ 3ലും ജയിക്കാൻ കേരളത്തിന് സാധിച്ചു. അവസാന മത്സരത്തിൽ കരുത്തരായ മുംബൈയെ തകർത്തതോടെ ടീമിന്റെ ആത്മവിശ്വാസം വാനോളം ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇനി 2 മത്സരങ്ങളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളത്തിന് ബാക്കിയുള്ളത്. ഈ മത്സരങ്ങളിലും മിന്നുന്ന ഫോം തുടരാൻ കേരളത്തിന് കഴിയും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഉള്ളത്. അതേസമയം കേരളം മികച്ച ഫോമിൽ കളിക്കുമ്പോഴും കേരളത്തിനും ആരാധകർക്കും ചെറിയ ആശങ്ക സമ്മാനിക്കുന്നത് ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ഫോം തന്നെയാണ്. സ്വപ്ന ഫോമിൽ ഈ വർഷത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കളിക്കാനെത്തിയ സഞ്ജുവിന് അവസാനം കളിച്ച 2 മത്സരങ്ങളിലും തിളങ്ങാൻ കഴിഞ്ഞില്ല. ആദ്യ മത്സരത്തിൽ സർവീസസിനെതിരെ വെടിക്കെട്ട് പ്രകടനം നടത്തിയതിനു ശേഷമാണ് സഞ്ജുവിൻ്റെ ഫോം മങ്ങിയത്. സർവീസസിനെതിരെ 45 പന്തിൽ 75 റൺസായിരുന്നു സഞ്ജു അടിച്ചു കൂട്ടിയത്. രണ്ടാമത്തെ മത്സരത്തിലാകട്ടെ മഹാരാഷ്ട്രയ്ക്കെതിരെ അദ്ദേഹം 19 റൺസിൽ പുറത്തായി. കേരളത്തിൻ്റെ 3ാം മത്സരം നാഗാലാൻഡിനെതിരെ ആയിരുന്നു. ഈ ഒരു കളിയിൽ പക്ഷേ സഞ്ജു കളിച്ചില്ല. കരുത്തരായ മുംബൈക്കെതിരെ നടന്ന മത്സരത്തിൽ പ്ലേയിങ് 11ലേക്ക് മടങ്ങിയെത്തിയെങ്കിലും വീണ്ടും നിരാശപ്പെടുത്തി. 4 പന്തിൽ 4 റൺസ് എടുത്താണ് മുംബൈക്കെതിരെ സഞ്ജു ഒടുവിൽ വീണത്. അതേസമയം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിൻ്റെ അടുത്ത മത്സരം ഞായറാഴ്ച ഗോവയ്ക്കെതിരെയാണ്. വൈകിട്ട് 4:30 ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഫോമിലേക്ക് മടങ്ങിയെത്താൻ സഞ്ജുവിന് ലഭിച്ചിരിക്കുന്ന സുവർണാവസരമാണ് ഗോവയ്ക്കെതിരായ ഈ ഒരു മത്സരം. കേരളം കളിക്കുന്ന ഗ്രൂപ്പ് ഇയിലെ ദുർബലരായ ടീമുകളിലൊന്നാണ് ഗോവ. ടീമിൻ്റെ ബൗളിംഗ് നിര ദുർബലമായതിനാൽ തന്നെ ഗോവയ്ക്കെതിരായ കളികളിൽ എതിർ ടീമുകൾ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയിരുന്നു. കളിച്ച 3 മത്സരങ്ങളിലും തോറ്റു നിൽക്കുകയുമാണ് അവർ. അത് ദുർബലരായതിനാൽ തന്നെ ഗോവയ്ക്കെതിരെ വെടിക്കെട്ട് നടത്താൻ സഞ്ജുവിന് മുന്നിൽ ഗോൾഡൻ ചാൻസാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിൽ നിന്ന് ഒരു വെടിക്കെട്ട് ഇന്നിങ്സ് ഈ ഒരു കളിയിൽ ആരാധകർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഗ്രൂപ്പ് ഇയിൽ കളിക്കുന്ന കേരളം നിലവിൽ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണുള്ളത്. 3 മത്സരങ്ങളിൽ നിന്നും 3ഉം ജയിച്ച ആന്ധ്രയാണ് ഒന്നാമതുള്ളത്. 4 മത്സരത്തിൽ 3 ജയിച്ച കേരളത്തിനും 12 പോയിന്റ് ഉണ്ട്. എങ്കിലും നെറ്റ് റൺ റേറ്റിൽ ആന്ധ്രയ്ക്ക് പിന്നിലാണ്. +1.871 ആണ് കേരളത്തിൻ്റെ നെറ്റ് റൺ റേറ്റ്. ആന്ധ്രയുടേത് +3.500 ആണ്. മുന്നിൽ നിന്ന് കളികൾ ജയിപ്പിച്ച സർവീസസ് 3ാമതും 2 കളികൾ ജയിച്ച മുംബൈ 2ാമതുമുണ്ട്. ഗ്രൂപ്പിലെ പോയിന്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകളാണ് നോക്കൌട്ടിലേക്ക് യോഗ്യത നേടുക. ഇതിൽ 1ാം സ്ഥാനക്കാർ നേരിട്ട് ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ 2ാം സ്ഥാനക്കാർ പ്രീ ക്വാർട്ടറിലേക്കാണ് യോഗ്യത നേടുന്നത്. ഗോവയ്ക്കെതിരായ കളിക്ക് ശേഷം ഒരു മത്സരമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളത്തിന് ബാക്കിയുള്ളത്. ആദ്യ 3 മത്സരങ്ങളിലും ജയം നേടിയ ആന്ധ്രയ്ക്കെതിരെയാണ് ഇത്. 1ാം സ്ഥാനക്കാരെ ഫിനിഷ് ചെയ്ത് നേരിട്ട് ക്വാർട്ടറിലേക്ക് പോകാനാകും കേരളത്തിൻ്റെ ശ്രമം. അതിന് അവസാന 2 മത്സരങ്ങളിലും ടീമിന് ജയം അനിവാര്യമാണ്.